നോമ്പ് തുറക്കുമ്പോഴത്തേക്കും സാലഡ് കഴിക്കണം അല്ലേ? എങ്കിൽ പിന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ആയാല അതും ലോ കലോറിയും ഹൈ പ്രോട്ടീനും ആയിട്ടുള്ള സാലഡ് തന്നെ എടുക്കാം. ഞാനൊരു ബ്രൊക്കോളിയും അതുപോലെ തന്നെ 2 ക്യാരറ്റും ഒരു ഇത്തിരി വെള്ളത്തിലേക്ക് ഒരു തിളയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തിള മാത്രം മതി കേട്ടോ, വെന്ത് ഒരുപാട് ഇതാകണ്ട. അതിനുശേഷം ഒരു 50 ഗ്രാമോളം പനീർ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യുക, ഒരു സ്പൂണോളം യൂസ് ചെയ്താൽ മതി. അത് മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു സവാളയും നമ്മുടെ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ബ്രക്കോളിയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മിക്സായി വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് അല്പം സോയാ സോസും ടൊമാറ്റോ സോസും എരിവിന് വേണ്ടിയിട്ട് ക്രഷ് ചില്ലിയും നല്ല ചതച്ച കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കുക. എന്നിട്ട് അതിലേക്ക് ലാസ്റ്റ് നമ്മുടെ ആ പനീറും അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും കളർഫുൾ ആക്കണമെങ്കിൽ 3 കളർ ക്യാപ്സിക്കവും ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം ആണ് ചേർക്കുന്നത്. അല്പം സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് ചൂടോടുകൂടി പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചതിന് ശേഷം വയർ ഫുൾ ഫില്ലാവാനും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കേട്ടോ. ഈ സാലഡൊക്കെ കഴിച്ചാൽ നമുക്ക് ഗ്യാസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മുടെ മക്കൾക്കും ഒക്കെ കൊടുക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത്. പനീറിന് പകരം ചിക്കനോ മുട്ടയോ എന്ത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. സോയായും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഈ ഒരു സാലഡ് നോൺ വെജുകാർക്കും അതുപോലെ വെജുകാർക്കും 2 ടൈപ്പിലും കഴിക്കാൻ. കാര്യം പനീറും സോയായും എടുത്ത് നമ്മുടെ വെജുകാർക്കും മുട്ടയും ചിക്കനും ചേർത്ത് നമ്മുടെ നോൺ വെജുകാർക്കും കഴിക്കാം. അപ്പം മസ്റ്റ് ട്രൈ ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ നാത്തൂൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.